ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ ഏതൊരു എക്സാമിനേഷന് പോകുമ്പോഴും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. സോ നമ്മൾക്കറിയാം, ഇതുപോലെ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വഴി നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാർമക്കോളജിയിലെ ടോപ്പിക്സാണ്. ഫാർമക്കോളജി തന്നെ ഒത്തിരി എക്സാമിൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ, അതായത് എയിംസോ അല്ലെങ്കിൽ ESICO അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഒപ്പിയോയിഡ് ഓവർഡോസ്. ഒപ്പിയോയിഡ് ഓവർഡോസിൽ നമ്മൾ ഏത് ഡ്രഗാണ് ഉപയോഗിക്കുന്നത്? നാൽട്രക്സോൺ, മെഥഡോൺ, നലോക്സോൺ, ബുപ്രിനോർഫിൻ. സോ ഒപ്പിയോയിഡ് ഓവർഡോസ് അല്ലേ, ഒപ്പിയോയിഡ് പോയിസണിങ്, ഒപ്പിയോയിഡ് ഓവർഡോസ്, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് നലോക്സോൺ ആണ്. ഓക്കെ, സോ ഒപ്പിയോയിഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ ഫാർമക്കോളജി സബ്ജക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അതിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നാച്ചുറൽ ഏതാണ്, സെമി സിന്തറ്റിക് ഏതാണ്, സിന്തറ്റിക് ഒപ്പിയോയിഡ്സ് ഏതാണ് എന്ന് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒപ്പിയോയിഡ് അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ഉണ്ട്, ലൈക്ക് പെൻറ്റസോസിൻ, ബ്യൂട്ടർഫെനോൾ, നലോർഫിൻ, നാൽബൂഫിൻ അല്ലേ. സോ അതൊക്കെ ഒപ്പിയോയിഡ് അഗോണിസ്റ്റ് ആയിട്ടും വരുന്നുണ്ട്, ആൻറ്റഗോണിസ്റ്റ് ആക്ഷൻ വരുന്നുണ്ട്. അതൊക്കെ ഏത് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സിലാണ് കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. അതുപോലെ പാർഷ്യൽ മ്യൂ റിസപ്റ്റർ അഗോണിസ്റ്റ് ആൻഡ് കപ്പ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് വരുന്ന ഡ്രഗ് അതാണ് ബുപ്രിനോഫിൻ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒപ്പിയോയിഡ് പ്യുവർ ആൻറ്റഗോണിസ്റ്റ് റിസപ്റ്റർ, പ്യുവർ ആൻറ്റഗോണിസ്റ്റുകൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. അതുപോലെ തന്നെ ഒപ്പിയോയിഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേറൊരു സംഭവമാണ്, ദാറ്റ് ഈസ് ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ്. ഓക്കെ, അത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഇതൊക്കെ. ഇപ്പോൾ സപ്പോസ് നമ്മൾ മ്യൂ റിസപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് അല്ലേ, അതുപോലെ തന്നെ മ്യൂ റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്, കപ്പ റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഡെൽറ്റ റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇത്രയും റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. സോ അതിൻ്റേതായിട്ട് കുറച്ച് ഫംഗ്ഷൻസും കൂടി നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. അതായത് മ്യൂ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അനാൾജസിക്, റെസ്പിറേറ്ററി ഡിപ്രഷൻ, GI മോട്ടിലിറ്റി, ഈ പറഞ്ഞ അനാൾജസിക് ആക്ഷൻ, റെസ്പിറേറ്ററി ഡിപ്രഷൻ ആക്ഷൻ, GI മോട്ടിലിറ്റി ആക്ഷൻ, അതെല്ലാം ഈ 3 റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന യൂഫോറിയ ആക്ഷൻസ് ശ്രദ്ധിക്കുക, യൂഫോറിയ എന്നുള്ളൊരു ആക്ഷൻ വരുന്നത് ഫസ്റ്റത്തെ റിസപ്റ്റേഴ്സാണ് യൂഫോറിയ. ഓക്കെ, അത് മ്യൂ റിസപ്റ്റേഴ്സാണ്. എന്നാൽ കപ്പ റിസപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എന്ത് ആക്ഷൻ വരിക? ഡിസ്ഫോറിയ ആക്ഷനാണ് വരുന്നത്, ഡിസ്ഫോറിയ. ഓക്കെ, സോ ഡെൽറ്റ റിസപ്റ്റേഴ്സിൽ വരുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? പ്രോ കൺവൾസൻ്റ് അല്ലേ, പ്രോ കൺവൾസൻ്റ് ആക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഫക്റ്റീവ് ബിഹേവിയർ. ഓക്കെ, ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വായിക്കും ഞാൻ പറയുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അഫക്റ്റീവ് ബിഹേവിയർ ഒക്കെ വരുന്ന ആക്ഷൻസ് ഡെൽറ്റ റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. മയോസിസ് എന്നുള്ള ആക്ഷനും ഡിപ്പെൻഡൻസ് എന്നുള്ള, നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടാവില്ലേ, ആ ആക്ഷനും മെയിൻലി കിട്ടുന്നത് മ്യൂ റിസപ്റ്റേഴ്സ് വഴിയാണ്. ഓക്കെ, അത്ര കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കോഡൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. മാർഫിൻ CVS എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഡ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ. അതായത് എന്തൊക്കെയാണ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഓഫ് മോർഫിൻ എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടി മാർഫിൻ CVS നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയാത്ത ആൾക്കാർക്കായിട്ട് ജസ്റ്റ് ഒന്ന് വേഗം ഞാൻ പറഞ്ഞു പോവാം, വീഡിയോ ഒത്തിരി ലെങ്ത് ആവും, അതുകൊണ്ടാണ്. ഓക്കെ, മാർഫിൻ CVS എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. അതായത് MARPHINE, ജസ്റ്റ് എൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാട്ടോ. M എന്ന് പറഞ്ഞാൽ എന്താണ്? മയോസിസ്. ഓക്കെ, M മയോസിസ് ഉണ്ടാക്കുന്ന ഡ്രഗാണ് നമുക്ക് ഈ പറഞ്ഞ മോർഫിൻ. A എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനാൾജസിയ അല്ലേ, അനാൾജസിയ ഉണ്ടാക്കുന്ന ഡ്രഗാണ് മോർഫിൻ. R എന്ന റെസ്പിറേറ്ററി ഡിപ്രഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുപോലെ P എന്താണ്? ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്, ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്. ഓക്കെ, H എന്ന് പറഞ്ഞാൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. അപ്പോൾ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ ഹൈപ്പോടെൻഷൻ ഉണ്ടാവും, അതുപോലെ ഹൈപ്പോതെർമിയ വരും. ഓക്കെ, I ഫോർ ഇച്ചിങ് അല്ലേ, ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇച്ചിങ് വരും അല്ലേ. N ഫോർ നോസിയ ആൻഡ് വൊമിറ്റിംഗ്, U ഫോർ യൂഫോറിയ. ഓക്കെ, U ഫോർ യൂഫോറിയ. C എന്താണ്? കഫ് സപ്രഷൻ, കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, ഇതൊക്കെ എൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആട്ടോ, അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിൽ. കഫ് സപ്രസ് ചെയ്ത് കളയുകയും ചെയ്യും, പക്ഷേ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, V എന്താണ്? V ഫോർ വാഗൽ സ്റ്റിമുലേഷൻ. വാഗൽ സ്റ്റിമുലേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? വാഗൽ സ്റ്റിമുലേഷൻ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ബ്രാഡികാർഡിയ ഉണ്ടാവും. ഓക്കെ, ബ്രാഡികാർഡിയാണ് വരിക, ബ്രാഡികാർഡിയ. ഓക്കെ, അടുത്ത് S എന്താണ്? S സെഡേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇത്രയും അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ദിസ് ഡ്രഗ്, ദാറ്റ് ഈസ് മാർഫിൻ CVS നമ്മൾ പറയും. മാർഫിൻ CVS. ഓക്കെ, സോ ജസ്റ്റ് അതിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, സോ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഒപ്പിയോയിഡ് ഓവർഡോസ് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ പോയിസണിങ്, ആ ഒരു കേസ് നമ്മൾ കൊടുക്കുന്നത് നലോക്സോൺ ആണ്. ഇൻ കേസ് ഒപ്പിയോയിഡ് ഡിപ്പെൻഡൻസ് ആണെന്ന് വന്നിരുന്നെങ്കിൽ അത് നമ്മൾ എന്ത് കൊടുക്കും? മെത്തഡോൺ കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ,
അടുത്ത പോയിന്റിലേക്ക് പോകാം. വിച്ച് ഒപ്പിയോഡ് ഈസ് സേഫസ്റ്റ് ഇൻ റീനൽ ഫെയിലർ? മോർഫിൻ, കൊഡീൻ, ഫെൻറ്റനിൽ ആൻഡ് മെപ്പെരഡിൻ. സോ ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷനായിട്ട് റീനൽ ഫെയിലിയറിൽ വരുന്നത് ഫെൻറ്റനിലാണ്. കാരണം അതിന് ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ബാക്കി 3 ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഉണ്ട്. ലൈക്ക് മോർഫിൻ 6 ഗ്ലൂക്രോണൈഡ് അല്ലേ, അതാണ് അതിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ്. സോ അങ്ങനത്തെ വരുമ്പോൾ റീനൽ എലിമിനേഷനൊക്കെ വരുമ്പോൾ അത് റീനൽ ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഏറ്റവും സേഫസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഫെൻറ്റനിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒപ്പിയോഡ് കോസി മാക്സിമം കോൺസ്റ്റിപ്പേഷൻ? ട്രമഡോൾ, ഫെൻറ്റനിൽ, ലോപ്പെരാമൈഡ്, മോർഫിൻ. സോ മാക്സിമം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതും ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ലോപ്പെരാമൈഡ് ആണ്. നമുക്കറിയാം ആൻറ്റി ഡയറൽ ഡ്രഗ് ആയിട്ടാണ് നമ്മൾ ലോപ്പെരാമൈഡ് കൊടുക്കുന്നത്. പെരിഫറലി ആക്ടിങ്, ലൈക്ക് പെരിഫറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ആക്ഷൻ ഈ ലോപ്പെരാമൈഡിന് കുറവാണ്. കാരണം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒന്നും ക്രോസ് ചെയ്യുന്നില്ല അത്ര കാര്യമായിട്ട്. അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ ആക്ഷൻ വരുന്നത് എവിടെയാണ്? മ്യൂ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. ഓക്കെ, സോ ലോപ്പെരാമൈഡ് ആണ് ഏറ്റവും കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ബട്ട് ലോപ്പെരാമൈഡ് ആണ് ഏറ്റവും മാക്സിമം കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ്? ഒപ്പിയോഡ് വിത്ത് മിക്സഡ് അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ആക്ഷൻസ്. സോ അതിൽ ഫെൻറ്റനിലുണ്ട്, അതിൽ പെൻറ്റാസോസിൻ തന്നിട്ടുണ്ട്, നലോക്സോൺ ഉണ്ട്, മോർഫിൻ ഉണ്ട്. മോർഫിൻ എന്നൊക്കെ എന്താ പ്യുവർ ഒപ്പിയോഡ് അഗോണിസ്റ്റ് ആണ്. അതിന് അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റ് ആക്ഷനോ കാര്യങ്ങളും മോർഫിനും ഇല്ല, ഫെൻറ്റനിലിന് വരുന്നില്ല അല്ലേ. പക്ഷേ ഇതിൽ ഏതിനാണ് വരുന്നത്? ദാറ്റ് ഇസ് പെൻറ്റാസോസിന് വരുന്നുണ്ട്. അതായത് ഒപ്പിയോഡ് അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ആക്ഷനാണ് നമുക്കുള്ളത്. എന്ത്? പെൻറ്റാസോസിൻ അല്ലേ, അത് ആ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗാണ് അല്ലേ പെൻറ്റാസോസിൻ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇത് ഏത് റിസപ്റ്ററിലാണ് അഗോണിസ്റ്റ് ആക്ഷനും ഏത് റിസപ്റ്ററിലാണ് ആൻറ്റഗോണിസ്റ്റ് ആക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. അഗോണിസ്റ്റ് ആക്ഷൻ വരുന്നത് കപ്പ റിസപ്റ്റേഴ്സിലും, മ്യൂ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആക്ഷൻ ആയിരിക്കും ഇതിന് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒപ്പിയോഡ് യൂസ്ഡ് ഇൻ ദ അനസ്തേഷ്യ ഇൻഡക്ഷൻ. ഓക്കെ, കൊഡീൻ, ഫെൻറ്റനിൽ, പൊപ്രിനോഫിൻ, മെത്തഡോൺ. സോ അനസ്തേഷ്യയിൽ പഠിക്കുമ്പോൾ ജനറൽ അനസ്തറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഒപ്പിയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് ഏത് ഒപ്പിയോഡ്സ് അതിൽ ഉപയോഗിക്കുന്നത്? ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഫെൻറ്റനിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒപ്പിയോഡ് വിത്ത് മാക്സിമം ആൻറ്റിടെസീവ് ആക്ടിവിറ്റി. ആൻറ്റിടെസീവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കഫ് സപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. കൊഡീൻ, ഫെൻറ്റനിൽ, നാൽബൂഫിൻ, പെൻറ്റസോസിൻ. ഈസി ക്വസ്റ്റൻ ആണല്ലേ. ഏതാണ് ഏറ്റവും കൂടുതൽ ആൻറ്റിടെസീവ് ആക്ടിവുള്ള? ഓപ്ഷൻ എ, ദാറ്റ് ഇസ് കൊഡീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കഫ് സിറപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കൊഡീൻ്റെ അല്ലേ. അടുത്ത വിച്ച് ഡ്രഗ് കോസസ് പിൻ പോയിൻറ്റ് പ്യൂപ്പിൾസ്? പിൻ പോയിൻറ്റ് പ്യൂപ്പിൾസ് ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണ്? അത് ആരുടെയാണ് പിൻ പോയിൻറ്റ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്? അട്രോപ്പിൻ, ഡയസെപ്പാം, മോർഫിൻ, എഫിഡ്രിൻ. ഓക്കെ, സോ പിൻ പോയിൻറ്റ് പ്യൂപ്പിൾ ഉണ്ടാക്കുന്നതിൽ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ സി, മോർഫിൻ. മോർഫിനാണ് പിൻ പോയിൻറ്റ് പീപ്പിൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇതുണ്ട്, ദാറ്റ് ഇസ് ഹൈ റഷ് കിക്ക്. അതായത് നമ്മൾ പെട്ടെന്ന് ഹൈ റഷ് കിക്ക് എന്ന് പറയും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ IV ഇഞ്ചക്ഷൻ കൊടുക്കില്ലേ ഈ മോർഫിനൊക്കെ, അങ്ങനെ IV ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഒരു പ്ലഷറബിൾ സെൻസേഷൻ നമ്മൾ ലോവർ അബ്ഡോമിനിൽ ഉണ്ടാവും ആ ഒരു 45 സെക്കൻഡ് നേരത്തേക്ക്. ഓക്കെ, അതിനാണ് നമ്മൾ ഹൈ റഷ് കിക്ക് എന്ന് പറയുന്നത്. അതും ഈ ഒരു മോർഫിൻ്റെ ഒരു പ്രത്യേകത ആണ്. ഓക്കെ, അടുത്തത് വരുന്ന ഒപ്പിയോഡ് വിഡ്രോവൽ ഈസ് മിനിമൈസ്ഡ് ബൈ നലോക്സോൺ, മിതഡോൺ, ട്രമഡോൾ, ഫെൻറ്റനിൽ. സോ ഒപ്പിയോഡ് വിഡ്രോവൽസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് മെത്തഡോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഒപ്പം ഡിപ്പെൻഡൻസ് അല്ലേ, ഡിപ്പെൻഡൻസ് വരുമ്പോൾ നമ്മളത് വിഡ്രോ ചെയ്യുമ്പോൾ അത് ആ വിഡ്രോവൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കൊടുക്കുന്ന ഡ്രഗ് മെത്തഡോൺ ആണ്. മെത്തഡോൺ നമ്മൾ കുറച്ച് നാളത്തേക്ക് കൊടുത്ത് 10 ദിവസം അങ്ങനെയാണ് കൊടുത്ത ശേഷം നമ്മളത് റിപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കും? നാൽട്രക്സോൺ നമ്മൾ അത് റിപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോർഫിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് അതായത് മെത്തഡോൺ കൊടുത്തിട്ട് നമ്മൾ ഒരു 10 ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് ആ മെത്തഡോണെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ നാൽട്രക്സോൺ തെറാപ്പി കൊടുക്കും. അതെന്താ വെച്ചാൽ ഡീടോക്സിഫിക്കേഷൻ പ്രൊസീജിയറിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, സം ടൈംസ് നമ്മൾ എന്താണ് ബുപ്രിനോർഫിനും നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് സെലക്റ്റീവ് കോസ്റ്റ് ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, ഡൈക്ലോഫെനാക്ക്, ആസ്പിരിൻ, സെലികോക്സിബ്, ഇബുപ്രോഫൻ. സോ ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് NSAID നമ്മൾ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് സെലക്റ്റീവ് കോസ്റ്റ് ഇൻഹിബിറ്റേഴ്സ് അല്ലേ. സോ അതിലേതാണ് സെലക്റ്റീവ് കോസ്റ്റ് ഇൻഹിബിറ്റേഴ്സ്? ഓപ്ഷൻ സി, സെലികോക്സിബ്സ്. നമ്മൾ ഇതിനെ ഈ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ എന്താ വിളിക്കുന്നത്? ദാറ്റ് ഇസ് കോക്സിബ്സ് എന്ന് വിളിക്കില്ലേ, കോക്സിബ്സ്. അതിൻ്റെ അവസാനം നമുക്ക് കോക്സിബ് എന്ന് കാണാൻ പറ്റും, സെലക്റ്റീവ് കോസ്റ്റ് കോക്സിബ്സ്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് സെലികോക്സിബ്. കോക്സിബ്സ് പറയും നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ നമുക്കറിയാം അതിൽ പാരികോക്സിബ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഓർത്തുവയ്ക്കുക. പാരികോക്സിബ് എന്ന് പറയുന്നത് ഒരു പ്രോഡ്രഗ് ആണ് കേട്ടോ. പാരികോക്സിബ് ചിലപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രോഡ്രഗ് അല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ പാരികോക്സിബ് പ്രോഡ്രഗ് എന്ന് ഓർത്ത് വയ്ക്കുക. പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡ്രഗ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏതിൻ്റെ പ്രോഡ്രഗ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വാൾഡികോക്സിബിൻ്റെ ഒരു പ്രോഡ്രഗ് ആണ് പാരികോക്സിബ് എന്ന് പറയുന്നത്. അതുപോലെ റൊഫികോക്സിബ് ഇപ്പോൾ ബാൻ ചെയ്ത ഡ്രഗ് അല്ലേ റൊഫികോക്സിബ്. എന്തുകൊണ്ടാണ് റൊഫികോക്സിബ് ബാൻ ചെയ്തത്? ഞാൻ ഒരു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഒന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തുകൊണ്ടാണ്
ഈ റോഫികോക്സിബ് ബാൻ ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, സോ അത് നോക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഈ കോക്സിബ്സ് എന്ന് പറഞ്ഞാൽ COX-2 ഡ്രഗ്സ് നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മൾ ആസ്തമ വരുമ്പോൾ പേഷ്യൻസിന് നമ്മൾ സാധാരണ നമ്മൾ NSAIDസിൽ ആസ്തമ നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നില്ല, ഈ പറഞ്ഞ ആസ്പിരിൻ ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല. സോ അതിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് 2 ഡ്രഗ്സാണ്. ഒന്ന് നിമിസുലൈഡും കൊടുക്കും, അതുപോലെ തന്നെ COX-2 ഇൻഹിബിറ്റേഴ്സും ആണ് നമ്മൾ ആസ്മയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് NSAID. ഓക്കെ, അവർക്ക് ഗ്യാസ്ട്രിക് ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷേ ഹയർ ഇൻസിഡൻസ് ഓഫ് കാർഡിയോവാസ്കുലർ ത്രോംബോട്ടിക് ഈവൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രഗ് കോസിങ് റേസ് സിൻഡ്രോം ഇൻ ചിൽഡ്രൻ. ഡൈക്ലോഫെനാക്ക്, ഇബുപ്രോഫൻ, ആസ്പിരിൻ, നാപ്രോക്സിൻ. സോ ഇതിന് ആൻസർ നിങ്ങൾക്ക് അറിയാലോ, ആസ്പിരിൻ ആണ് വരുന്നത്. കാരണം ഈ വൈറൽ ഇൻഫെക്ഷനുള്ള കുട്ടികൾക്ക് നമ്മൾ ആസ്പിരിൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഉണ്ടാവാൻ സാധ്യത, ഹെപ്പാറ്റിക് ഡാമേജ്, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഒക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ റേസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ആസ്പിരിൻ വൈറൽ ഇൻഫെക്ഷനുള്ള ആളുകൾക്ക് ഒരിക്കലും നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് ആസ്പിരിൻ കൊടുക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, NSAID വിത്ത് ലീസ്റ്റ് ഗ്യാസ്ട്രിക് ടോക്സിറ്റി, ആസ്പിരിൻ, ഇബുപ്രോഫൻ, സെലികോക്സിബ്, ഇൻഡോമെത്തസിൻ. സോ നമുക്കിതിൻ്റെ ആൻസർ നമുക്കറിയാം അല്ലേ, ഏതാ വരിക? ലീസ്റ്റ് ഗ്യാസ്ട്രിക് ടോക്സിറ്റി വരുന്നത് COX-2 ഇൻഹിബിറ്റേഴ്സ് ആണ് അല്ലേ, സെലികോക്സിബ വരിക. കാരണം COX-2 ഇൻഹിബിറ്റേഴ്സിന് ഗ്യാസ്ട്രിക് ടോക്സിറ്റി വളരെ കുറവാണ്, ഗ്യാസ്ട്രിക് ഫ്രണ്ട്ലി ഡ്രഗ്സ് ആണ്. പക്ഷേ അവർക്ക് ഏതാ കൂടുതൽ? അവർക്ക് കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഇൻഡോമെത്തസിൻ ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ഫോർ. എയിംസിന് വെച്ച ക്വസ്റ്റൻ ആട്ടോ. മൈഗ്രെയിൻ, പേറ്റന്റ് ഡക്റ്റസ് ആർട്ടീരിയോസസ് ക്ലോഷർ, ഗ്ലോക്കോമ ആൻഡ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. സോ ഇൻഡോമെത്തസിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളത്. ദാറ്റ് ഈസ് പേറ്റന്റ് ഡക്റ്റസ് ആർട്ടീരിയോസസ് ക്ലോഷറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് നമ്മൾ ഇൻഡോമെത്തസിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡോമെത്തസിൻ പ്രിഫേർഡ് അല്ലേ. പിന്നെ ലോ ഡോസ് ഓഫ് ആസ്പിരിൻ, നമ്മൾ ഈ ആസ്പിരിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ലോ ഡോസ് ഓഫ് ആസ്പിരിൻ പ്രീ എക്ലാംസി ഉള്ള ആളുകൾക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ആസ്പിരിൻ്റെ കുറച്ച് യൂസസാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രീ എക്ലാംസി ഉള്ള ആളുകൾക്ക് ലോ ഡോസ് ആസ്പിരിൻ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിച്ചില്ലേ നിക്കോട്ടിനിക് ആസിഡ്, ഹൈപ്പോലിപ്പിഡിമി ഡ്രഗ്സ് ഇല്ലേ, ഹൈപ്പോലിപ്പിഡിമി ഡ്രഗ്സ് നിക്കോട്ടിനിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ, പ്രൂറൈറ്റീസോ ഫ്ലഷിങ്ങോ ഒക്കെ വരാം. ആ സമയത്ത് നമ്മൾ ആസ്പിരിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ഡയറിയയ്ക്ക് നമ്മൾ ആസ്പിരിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ അൽഷിമേഴ്സ് ഡിസീസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആസ്പിരിൻ നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ആസ്പിരിൻ്റെ ഈ ഒരു ഇൻഡോമെത്തസിൻ്റെ യൂസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ആസ്പിരിൻ ചിലപ്പോൾ നമ്മൾ ചോദിക്കാം, ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെയൊക്കെ എയിംസിൻ്റെ ക്വസ്റ്റ്യൻ വരാം. ആസ്പിരിൻ ഈസ് ഗിവൺ ടു കൺട്രോൾ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ഡയറിയ, ടു കൺട്രോൾ പ്രൂറൈറ്റീസ് ഓർ ഫ്ലഷിങ് അസോസിയേറ്റ് വിത്ത് ദ യൂസ് ഓഫ് നിക്കോട്ടിനിക് ആസിഡ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം അല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നിങ്ങൾ എയിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യണവരാണെങ്കിൽ നിങ്ങളിങ്ങനത്തെ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഈ പോയിൻ്റൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത് വന്നേക്കുന്നത് എന്താണ്? NSAID വിത്ത് ലോങ്ങസ്റ്റ് ഹാഫ് ലൈഫ്, ഡൈക്ലോഫെനാക്ക്, പിരോക്സിക്കാം, ആസ്പിരിൻ ആൻഡ് കീറ്റോർലാക്ക്. സോ ലോങ്ങസ്റ്റ് ഹാഫ് ലൈഫ് ഉള്ളത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് പിരോക്സിക്കാമിനാണ് ലോങ്ങസ്റ്റ് ഹാഫ് ലൈഫ് വരുന്നത്. 45 to 50 hours വരെ എൻ്റെ ഹാഫ് ലൈഫ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് NSAID ഇൻഹിബിറ്റ് ബോത്ത് കോക്സ് ആൻഡ് ലോക്സ്, സൈക്ലോക്സിജനേസ് ഓർ ലിപ്പോക്സിനേസ്, രണ്ടിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ആസ്പിരിൻ, ഇബുപ്രോഫിൻ, ഡൈക്ലോഫെനാക്ക്, സൈലുട്രോൺ. സോ ഇതിൽ രണ്ടിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്യുവൽ ആക്ഷനുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡൈക്ലോഫെനാക്ക്. ഡൈക്ലോഫെനാക്ക് എന്ന് ഓർത്താൽ മതി. ഡൈക്ലോഫെനാക്കിന് എന്ത് ആക്ഷൻ ഉണ്ടെന്ന് ഓർത്താൽ മതി? ഡ്യുവൽ ആക്ഷൻ ഉണ്ടെന്ന് ഓർത്താൽ മതി. അപ്പോൾ D4D രണ്ട് ആക്ഷൻ, രണ്ടുപേരെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്ന്, സൈലുട്രോൺ എല്ലാവർക്കും അറിയാലോ, ലിപ്പോക്സിനേസ് ഇൻഹിബിറ്ററാണ്. നമ്മൾ ആസ്തമയുടെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതാണ് സൈലുട്രോൺ. ഓക്കെ, അടുത്ത NSAIDs സേഫസ്റ്റ് ഇൻ ദി പ്രഗ്നൻസി, അതാണ് ഇൻഡോമെത്തസിൻ, പാരസെറ്റാമോൾ, ആസ്പിരിൻ, കീറ്റോർലാക്ക്. ഏതാ ആൻസർ? പാരസെറ്റാമോൾ ആണ് സേഫസ്റ്റ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇറിവേഴ്സിബിൾ കോക്സ് ഇൻഹിബിഷൻ ഈസ് കോസ്ഡ് ബൈ, ഇറിവേഴ്സിബിൾ. ഓക്കെ, സോ ഡൈക്ലോഫെനാക്ക്, ആസ്പിരിൻ, നാപ്രോക്സൻ, എറ്റോറികോക്സിബ്. സോ ഇതിൽ ഇറിവേഴ്സിബിൾ ആക്ഷൻ ഉള്ളത് ആർക്കാണ്? ആസ്പിരിൻ. ഓക്കെ, NSAID അസോസിയേറ്റ് വിത്ത് അഗ്രാനുലോസൈറ്റോസിസ്, മെഫിനമിക് ആസിഡ്, നിമിസുലൈഡ്, ഫിനൈൽ ബ്യൂട്ടസോൺ, കീറ്റോപ്രോഫൻ. സോ അഗ്രാനുലോസൈറ്റോസിസ് മെയിൻ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഏതിൻ്റെയാണ്? ഫിനൈൽ ബ്യൂട്ടസോണിൻ്റെയാണ്. ഓക്കെ, ഫിനൈൽ ബ്യൂട്ടസോൺ. ഓക്കെ, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അഗ്രാനുലോസൈറ്റോസിസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റിസൈക്കോട്ടിൽ അഗ്രാനുലോസൈറ്റോസിസ് സൈഡ് എഫക്റ്റ് ആയിട്ട് ആർക്കായിരുന്നു എന്നുള്ളത്. ഓക്കെ, സോ ആൻറ്റിസൈക്കോട്ടിക്സിൽ അഗ്രാനുലോസൈറ്റോ നമ്മൾ എന്താണെന്നറിയാമോ, ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അഗ്രാനുലോസൈറ്റോസിസ് ആൻറ്റിസൈക്കോട്ടിൽ ഒരു ഡ്രഗിനെ ഞാൻ സൈഡ് എഫക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് അറിയുന്നവർ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, NSAID കോസിങ് ഓട്ടോടോക്സിസിറ്റി, ഇൻഡോമെത്തസിൻ, ആസ്പിരിൻ, ഇബുപ്രോഫൻ, ഡൈക്ലോഫെനാക്ക്. സോ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്?
ആസ്പിരിൻ നമുക്കറിയാം ഹൈ ഡോസ് കൊടുത്ത് ടിനിറ്റസ് ഹിയറിംഗ് ലോസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, ഒട്ടോക്സിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗാണ് ആസ്പിരിനാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ്പിരിൻ ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ദി ഗൗട്ട് ബിക്കോസ് ഇറ്റ് കോസസ് റീനൽ ഫെയിലർ, ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ലെവൽസ്, കോസസ് ഹൈപ്പർ ടെൻഷൻ, ഈസ് ഹെപ്പാറ്റോടോക്സിക്. സോ ഇത് ഗൗട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോയിൻറ്റിലെ യൂറിക് ആസിഡ് ലെവൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു ഡിസീസ് ആണല്ലേ ഗൗട്ട്. സോ ആസ്പിരിൻ എന്തുകൊണ്ടാണ് അങ്ങനത്തെ കേസിൽ അവോയ്ഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ യൂറിക് ആസിഡ് ലെവൽ, പിന്നെയും യൂറിക് ആസിഡ് ലെവൽ നമ്മുടെ ബോഡി കൂട്ടും, അപ്പോൾ അത് ഗൗട്ടിൻ്റെ കണ്ടീഷൻ എന്ത് ചെയ്യും, വേഴ്സൺ ആവും അല്ലേ. സോ അതുകൊണ്ടാണ് ആസ്പിരിൻ ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഗൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെയുള്ള വീഡിയോസ് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് പറയുക കേട്ടോ. കുറച്ച് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് തന്നെ പറയുക, എന്നാലാണ് എനിക്ക് കൂടി മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയേ ഉള്ളൂ, 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എന്നോട് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.